എത്താം. ശ്രീ സിബി സത്യൻ, കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ത്രിഭാഷാ നയം നല്ലതല്ലേ എന്നേ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും എത്രയോ കാലമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ദ്വിഭാഷാ നയത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്ന് എം കെ സ്റ്റാലിൻ പറയുകയും, അങ്ങനെയല്ല ഇത് ആദ്യം സമ്മതിച്ചിട്ട് പിന്നീട് ബാക്കൌട്ട് ചെയ്തത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടാണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറയുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ നിന്ന് കണ്ട് നമുക്ക് ഈ സെനാരിയോ പറയാൻ കഴിയുകയില്ല. എന്തുകൊണ്ട് 3 ഭാഷയും പഠിച്ചുകൂടാ എന്നുള്ള ചോദ്യമേ ഉയർത്താൻ കഴിയുള്ളൂ. പക്ഷെ തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരു ഫെഡറൽ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം ത്രിഭാഷാ നയത്തിൽ ഉണ്ടാകുന്നുണ്ടോ യഥാർത്ഥത്തിൽ? നമ്മൾ ഈ വിഷയത്തെ 2 തലത്തിൽ നോക്കിക്കാണണം. ഒന്ന്, ഇതിനൊരു കൾച്ചറൽ സൈഡ് ഉണ്ട്, ഒന്ന് ഇതിനൊരു പൊളിറ്റിക്കൽ സൈഡ് ഉണ്ട്. നമ്മളതിന്റെ കൾച്ചറൽ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷകളൊന്നാണ് തമിഴ് എന്ന് പറയുന്നത്. തമിഴ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃതത്തിന്റെ അല്ലെങ്കിൽ ദേവനാഗരിയുടെയോ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു ഭാഷയല്ല. വളരെ വ്യത്യസ്തമായിട്ട് അതിനു മുമ്പ് തന്നെ നിലനിൽക്കുകയും അതിശക്തമായിട്ട് ഒരു സാഹിത്യം ഉണ്ടാവുകയും വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് യഥാർത്ഥത്തിൽ വിളിക്കാവുന്ന, മലയാളത്തിനെ നമ്മൾ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് അംഗീകരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര ക്ലാസിക്കൽ അല്ല എന്ന് നമുക്കെല്ലാം അറിയാം. അതിനേക്കാൾ എത്രയോ പതിറ്റാണ്ടുകളുടെ എത്രയോ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് തമിഴിന്. അപ്പോൾ ആ ഒരു അത്രയും വലിയൊരു കൾച്ചറുമായിട്ട് വരുന്ന ഒരു സംഭവമാണ് തമിഴ്. അപ്പോൾ ഈ തമിഴ് എന്ന് പറയുന്നത് ഒരു ദ്രവീഡിയന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഭാഷ എന്ന നിലയ്ക്കും ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു കൾച്ചറൽ ഡിഗ്നിറ്റി എല്ലാ കാലത്തും തമിഴിന് ഉണ്ടായിരുന്നു. അത് അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞതുപോലെ അപ്പൊ ഈ 65 ത്രിഭാഷാ കോൺഗ്രസ് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അന്നാണ് ഏറ്റവും വലിയ സമരം, തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നുണ്ടാവുന്നത്. ആ സമരം അന്ത്യം കുറിച്ചത് കോൺഗ്രസിന്റെ ഭരണത്തിലാണ്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസിനാണ്. ദേശീയ കക്ഷികൾ എന്ന് പറയുന്ന സാധനത്തിന്റെ വളർച്ചയെ കംപ്ലീറ്റ് ആയിട്ട് എന്നേക്കുമായിട്ട് ഇറോഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥ തമിഴിൽ രൂപപ്പെട്ടത് തന്നെ ഈ ത്രിഭാഷാ നയം നടപ്പിലാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ അവസാന മുഖ്യമന്ത്രി അന്ന് ഭരിച്ച മുഖ്യമന്ത്രിയാണ്. അതിനുശേഷം പിന്നെ കോൺഗ്രസിനെ അവിടെ ക്ലച്ച് പിടിക്കാനായിട്ടില്ല. അതിനുശേഷം DMKയും മാറിയും തിരിഞ്ഞും ഭരിച്ച ഒരു ചരിത്രമാണ് തമിഴ്നാടിന്റേത്. ഇപ്പോ തമിഴ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് മറ്റൊരു ദശാസന്ധിയിലാണ്. അപ്പൊ ആ ദശാസന്ധി നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കണം. അതിലൊന്നാമത്തത് DMKയിൽ നിന്ന്, അതായത് ഈ ദ്രാവിഡ മുന്നേറ്റത്തിൽ നിന്ന്, ഈ ഭാഷാ സ്നേഹത്തിൽ നിന്ന്, ഈ ഭാഷാ പ്രക്ഷോഭത്തിൽ നിന്ന് രൂപം കൊണ്ട അല്ലെങ്കിൽ ശക്തി പ്രാപിച്ച DMK എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി മുന്നോട്ട് പോവുകയും അതിൽ നിന്ന് 10 വർഷത്തിന് ശേഷം പിളർന്നു മാറിയ AIDMK, MGRന്റെ നേതൃത്വത്തിൽ പിളർന്നു മാറിയ AIDMK, അതിനുശേഷം ജയലളിതയുടെ നേതൃത്വത്തിൽ വളർന്നു വന്ന AIDMK, ഈ AIDMK അതിശക്തമായിട്ട് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ കണ്ട തമിഴ് രാഷ്ട്രീയം ഈ 2 കക്ഷികൾ തമ്മിലുള്ള മത്സരമായിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ 2 കക്ഷികൾക്കും അപാരമായ അഴിമതി ആരോപണങ്ങൾ കേട്ട സർക്കാരുകളാണ് രണ്ടും. ഭയങ്കരമായ അഴിമതി ആരോപണങ്ങൾ കേൾക്കുകയും ഭയങ്കരമായ കുടുംബവാഴ്ചയെ പറ്റിയുള്ള പരാതികൾ ഉയരുകയും ഒക്കെ ചെയ്തിട്ടും ഇതിനെ മാറ്റി ഏതെങ്കിലും ഒരു ദേശീയ കക്ഷിയെ പുണരാൻ തമിഴ് ജനത തയ്യാറായില്ല. നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കൾച്ചറൽ പോയിന്റ് ആണത്. എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ വളരെ നമ്മൾ കേട്ടുള്ള ജയലളിതയുടെ എന്താ പറയുന്നത് അഴിമതി കഥകളുണ്ട്, നമ്മൾ കേട്ട DMKയുടെ അഴിമതി കഥകളുണ്ട്. ഇപ്പൊ ഈ 2G സ്കാം 3G സ്കാം എന്നൊക്കെ പറയുന്നത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് DMK ഫാമിലിയിലേക്ക് പോയ ഒരു വലിയ അഴിമതി കഥയാണ്. ഇതെല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രാദേശിക കക്ഷിയിലെ മാറ്റി നിർത്തി ദേശീയ രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയെ പരീക്ഷിക്കാൻ തമിഴ് ജനത തയ്യാറാവാതിരുന്നത് എന്നുള്ളത് നിർണായകമായ ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരാം. നിലവിൽ AIDMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്ട് അതിന്റെ അസ്തമന വേളയിലാണ്. കാരണം AIDMKയെ പുനരുജ്ജീവിപ്പിക്കാൻ ഒരു കരിസ്മാറ്റിക് ലീഡർ നിലവിലില്ല. എടപ്പാളി പഴനിസ്വാമിക്കോ അല്ലെങ്കിൽ പനീർ സെൽവത്തിനോ ഒരിക്കലും ആ കരിസ്മയില്ല. അവർക്ക് ആർക്കും ഈ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതിന്റെ അനിവാര്യമായ അന്ത്യത്തിലെത്തി നിൽക്കുകയാണ് AIDMK എന്ന് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഏറെക്കുറെ വിലയിരുത്താൻ സാധിക്കും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ യഥാർത്ഥ പൊളിറ്റിക്സ് മുന്നോട്ട് വരുന്നത്. ഈ സ്പേസിലേക്ക്, അതായത് ഒരു ഭരിക്കുന്ന ഒരു പാർട്ടിയുണ്ട്, അതിന് ഓപ്പോസിറ്റ് ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ സ്പേസ് ഒഴിഞ്ഞു കിടക്കും. അത് ഒഴിഞ്ഞു കിടക്കാൻ പറ്റില്ല. അത് നിലവിലെ AIDMK ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പൊ AIDMK മരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ആര് കടന്നു വരുന്നൊരു നിർണായകമായ ചോദ്യമുണ്ട്. അപ്പൊ ഇവിടെ സ്റ്റാലിൻ മുന്നോട്ട് പോകുന്ന ഏറ്റവും തന്ത്രപരമായ നീക്കങ്ങളിലൊന്നാണ് ഈ ഭാഷാ പ്രക്ഷോഭം. കാരണം ഈ ഭാഷാ പ്രക്ഷോഭത്തിൽ സ്റ്റാലിൻ മുന്നോട്ട് വെക്കുന്ന ഈ ആശയത്തോട് BJP ഒഴികെ, ചിലപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ കോൺഗ്രസ് ഒഴികെ ബാക്കി എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒന്ന് ചേർന്ന് നിന്നേ മതിയാവും. അതായത് ഈ അജണ്ട സ്റ്റാലിനാണ് ഫിക്സ് ചെയ്യുന്നത്. ഈ അജണ്ടയുടെ കൂടെ കമൽഹാസൻ നിൽക്കും, ഈ അജണ്ടയുടെ കൂടെ പുതിയതായിട്ട് വന്ന വിജയ് നിൽക്കും.
കാരണം വിജയന് വേറെ വഴിയില്ല. വിജയന് ഈ സമയത്ത് BJPയുടെ അല്ലെങ്കിൽ മറ്റൊരു വ്യത്യസ്തമായ സ്റ്റാൻഡ് എടുക്കാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം തമിഴ് കൾച്ചറൽ യൂണിറ്റി എന്ന് പറയുന്നത് അത്ര ഭയങ്കരമാണ്. അപ്പൊ ഇതിനിടയിൽ ഒരേ ഒരു എതിർ ശബ്ദമേ ഉള്ളൂ. ആ ശബ്ദം അണ്ണാമലയുടേതാണ് അല്ലെങ്കിൽ BJPയുടേതാണ്. അപ്പൊ ചുരുക്കത്തില് സ്റ്റാലിൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്ന AIDMKയുടെ അന്ത്യത്തോടുകൂടി ഉണ്ടാകുന്ന ഒരു വലിയ സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് ഒരു കാരണവശാലും BJP കടന്നു വരാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഭാഷാ പ്രക്ഷോഭം. ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് ഒരു പരിധിവരെ വിജയ് കുറച്ചുകൂടെ അകത്ത് കയറിയേക്കാം. പക്ഷെ വിജയിയൊക്കെ ഈ പറഞ്ഞതുപോലെ സ്റ്റാലിനൊക്കെ ഒരു പരിധിവരെ ഒരു പ്രതിപക്ഷത്ത് വന്നാൽ അംഗീകരിക്കും. BJPയെ ഈ കക്ഷികളെല്ലാം ഭയക്കുന്നുണ്ട്. അവരാരും BJP കടന്നു വരാൻ, ആ സ്പേസിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഈവൻ കമലഹാസന്റെ പാർട്ടി ആയാലും ആഗ്രഹിക്കുന്നില്ല. അത് ഈവൻ AIDMK ആഗ്രഹിക്കുന്നില്ല. അത് ഈവൻ വിജയിന്റെ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. കാരണം BJP ഒരിക്കൽ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നീട് അവര് തമിഴ് രാഷ്ട്രീയത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ ധാരാളമുണ്ട്. പ്രാദേശിക കക്ഷികളെ അവരെങ്ങനെ കൈകാര്യം ചെയ്യും, പ്രാദേശിക കക്ഷികളുടെ അന്ത്യം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളതിൽ ഒരുപാട് വ്യക്തമായ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇവർ പ്രധാനമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് BJPക്ക്, അതായത് AIDMKയുടെ ഒഴിവ് മൂലം ഉണ്ടാകുന്ന വലിയ സ്പേസിലേക്ക് BJP കടന്നു വരാതെ അവരെ കൃത്യമായിട്ട് വെട്ടി നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ആ ഉദ്ദേശം ഒന്നാം ഘട്ടത്തിൽ സ്റ്റാലിൻ വിജയിച്ചിരിക്കുന്നു. കാരണം തമിഴിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരേ സ്വരത്തിൽ ഒരേ ഭാഷയിൽ തമിഴിന് വേണ്ടി സംസാരിക്കുന്നു. BJP എന്ന് പറയുന്ന ഒരൊറ്റപ്പെട്ട ശബ്ദമാവുന്നു. നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തില് ഈ വിദ്യാഭ്യാസ നയത്തിലും മറ്റു കാര്യത്തിലും വലിയ സംഭവങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. കാരണം കേരളത്തിൽ ഹിന്ദിക്ക് 10 മാർക്ക് പോലും വാങ്ങിക്കാത്ത ഒരു ശരാശരി ചായ കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു ടീ ഷോപ്പ് ഓണർ ഇപ്പൊ മനോഹരമായ ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട്. കാരണം അയാളുടെ കടയിൽ നിൽക്കുന്ന ഭൂരിപക്ഷം ജീവനക്കാരും ഹിന്ദിക്കാരാണ്. ബീഹാറിൽ നിന്നോ UP നിന്നോ വന്നവരാണ്. നമ്മൾ ബംഗാളികൾ എന്നോ ഓമന പേരിൽ വിളിക്കുന്ന ആൾക്കാർ. അതുപോലെ നാട്ടിലെ ഈ പറഞ്ഞ 10 വരെ പഠിക്കാത്ത പലചരക്ക് കച്ചവടക്കാരൻ ഇപ്പോൾ മനോഹരമായി ഹിന്ദി സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വളരെ വിദ്യാഭ്യാസം കുറവുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് പച്ചക്കറി വിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പഴം വിൽക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ മനോഹരമായിട്ട് ഇപ്പൊ കേരളത്തിൽ ഹിന്ദി പറയുന്നുണ്ട്. ഇവരൊന്നും അക്കാഡമിക്കായിട്ട് പഠിച്ചിട്ട് ഹിന്ദി പറയുന്നതല്ല, മറിച്ച് അവരുടെ ആവശ്യകത കൊണ്ട് ഹിന്ദിയിലേക്ക് വന്നെത്തിയതാണ്. ഇതുപോലുള്ളൊരു വലിയ സംഭവം തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇത് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് OTTകളും ചാനലുകളും ഉണ്ടാക്കിയ ഒരു സംഭവം, സിനിമകൾ ഉണ്ടാക്കിയ ഒരു തരംഗമുണ്ട്. എല്ലാ സിനിമകളും മറ്റു ഭാഷകളിലെല്ലാം, പണ്ടൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് 2000-ലൊക്കെ ഒരു പടം ചെന്നൈയിൽ റിലീസായി കഴിഞ്ഞാൽ അതേ ദിവസം കേരളത്തിൽ റിലീസാവണമെന്നില്ല. ഒരു ഹിന്ദി പടം ബോംബെയിൽ റിലീസായി കഴിഞ്ഞാൽ അത് കേരളത്തിൽ വരണമെങ്കിൽ ചിലപ്പോൾ 4-5 ആഴ്ച എടുക്കും. ഇന്നങ്ങനെയല്ല. ഇന്ന് ലോകത്തിലെ ലോക സിനിമകൾ തന്നെ ഇന്ത്യയിൽ റിലീസാവുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഭാഷയുടെ ബാരിയേഴ്സ് നമ്മൾ ഏറെക്കുറെ മറികടന്നു. ഈ മറികടന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ സമരത്തിനോ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ നയത്തിനോ പോലും കാര്യമായ പ്രസക്തിയില്ല. കാരണം കൺവീനിയൻസ് ആണ് ഭാഷയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സംഗതിയായിട്ട് മാറി. ഞാൻ ചോദിക്കുന്നത്, ജനങ്ങൾക്കിടയിൽ നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞു ഈ പറയുന്ന പോലത്തുള്ള ഒരു വല്ലാത്തൊരു വികാരം ത്രിഭാഷാ നയത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ടാവുകയില്ല എന്നുകൂടിയാണോ? അങ്ങനെയല്ല. ഇത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. ഈ എല്ലാ പൊളിറ്റിക്കൽ അജണ്ടകളും ഒരു നറേറ്റീവിന്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾ ഒരേ വിഷയത്തെ ആവർത്തിച്ച് 1000 വട്ടം പറഞ്ഞാൽ അതൊരു വലിയ വിഷയമായി മാറും. ഇപ്പം ത്രിഭാഷാ നയം എന്ന് പറയുന്ന മാത്രമല്ല, നിങ്ങൾ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പോയിന്റ്. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് 5000 വർഷം പഴക്കമുള്ള തമിഴിന്റെ സംസ്കൃതിക്ക് മുകളിൽ ഹിന്ദിയുടെ സംസ്കൃതിയുടെ ആധിപത്യമാണ് എന്ന തരത്തിലേക്ക് ഒരു നറേറ്റീവ് മാറുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ വൈകാരികതയെ തൊട്ടുണർത്തും. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ ആ വൈകാരികതയിലാണ് പൊളിറ്റിക്സ് നിലനിൽക്കുന്നത്. ഇതൊരു സ്വത്വരാഷ്ട്രീയമാണ്. ഈ സ്വത്വരാഷ്ട്രീയത്തിൽ ഇപ്പൊ എഡ്ജ് കയ്യിലിരിക്കുന്നത് സ്റ്റാലിന്റെ കയ്യിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. യെസ്, ഓക്കെ. ശ്രീ